ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. 1500 വർഷങ്ങൾക്കപ്പുറം വഫാത്തായ മുത്തുനബിയുടേതായിട്ട് ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒന്നും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ടും ആ മുത്തുനബിയെ ലോക മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മുത്തുനബി ജനമനസ്സുകൾ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മുത്തുനബിയുടെ പരിശുദ്ധമായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ആനന്ദത്തോടു കൂടി അതിനെ വരവേൽക്കുന്നതും വീടുകളൊക്കെ അലങ്കരിക്കുന്നതും എന്തുകൊണ്ടാണ്? മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടാണ്, മുത്തുനബിയോടുള്ള ഇഷ്ക് കൊണ്ടാണ്. കാരണം ആ മുത്തുനബി സമൂഹത്തിനെ അത്രമാത്രം സ്നേഹിച്ച നേതാവാണ്. അതുപോലെ സമൂഹത്തിനെ സ്നേഹിച്ച മറ്റൊരു നേതാവില്ല എന്നാണ്. മാത്രവുമല്ല, നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുള്ള നേതാവും കൂടിയാണ് മുത്തുനബി. മരിക്കുന്ന സമയത്ത് പോലും എന്റെ ഉമ്മത്തീങ്ങളെ എന്നാണ് മുത്തുനബി വിളിച്ചതെങ്കിൽ ആ മുത്തുനബിയോട് നമ്മൾ എത്രമാത്രം കടപ്പാടുണ്ട്, ആ മുത്തുനബിക്ക് നമ്മോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആലോചിക്കുക. അള്ളാഹു മുത്തുനബിയുടെ മാസത്തെ നല്ല രൂപത്തിൽ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.